ഹലോ. ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന പലരും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ഓൺലൈനിലാണെങ്കിലും പുറത്താണെങ്കിലും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര വരുമാനം ആ ബിസിനസ്സിൽ നിന്ന് വരുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട റീസൺ. അതായത് ഇനീഷ്യൽ സമയത്ത് നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് ആ ഇനീഷ്യൽ ടൈമിൽ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സാണ്. തുടക്കത്തിൽ കുറച്ചധികം കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇൻകം വരില്ല. ഇൻകം വന്നില്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ ചോർന്നു പോകും. ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ച സമയത്തുള്ള ആവേശമൊന്നും പിന്നെ ഉണ്ടാവില്ല. കസ്റ്റമേഴ്സ് വന്നില്ലെങ്കിൽ പതുക്കെ നമ്മുടെ മോട്ടിവേഷൻ കുറയാൻ തുടങ്ങും. ചില ആളുകൾ ബിസിനസ് കംപ്ലീറ്റ്ലി ക്വിറ്റ് ചെയ്ത് ചിലപ്പോൾ നാട്ടിൽ വന്നിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോകും. അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ജോലിയിലേക്ക് കയറും. അങ്ങനെ പല മറ്റ് പരിപാടികളിലായിട്ടെല്ലാം പോകും. ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അധിക പേരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം ആ ബിസിനസ്സിലൂടെ കിട്ടണം. ഇതാണ് മെയിനായിട്ടുള്ള ഗോൾ. ഒരു 99% ആളുകളുടെ ഒരു 1% ഉണ്ട് വലിയ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അതിൽ വലിയ വിഷനറി തിങ്കിങ് ഒക്കെ ഉള്ള ആളുകളുണ്ട്. അതൊരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. അധിക ആളുകളുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള അവരുടെ ഇൻകം എത്രയാണ് അതിനെയൊക്കെ കൂടുതൽ വരുമാനം ഏൺ ചെയ്യണം എന്നുള്ള ആ ലക്ഷ്യം, അതായത് കാശാണ് മെയിൻ ലക്ഷ്യമാക്കി വെക്കുന്നത് ഇവർ. അതൊരിക്കലും തെറ്റുമല്ല. എന്താണ് ഇവിടെ ഇവർ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സംരംഭകർ എല്ലാ കാര്യങ്ങളെയും പറ്റി പഠിക്കും. അതായത് പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടും, പ്രൊഡക്റ്റിൻ്റെ ലോഗോ എങ്ങനെയായിരിക്കണം, അതിൻ്റെ കളർ എങ്ങനെയായിരിക്കണം, ഏതെല്ലാം സ്ഥലത്തു നിന്ന് നമുക്ക് ഏതെല്ലാം വെബ്സൈറ്റിൽ നിന്ന് നമുക്കത് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും, ലീഗൽ പേപ്പറുകളും കാര്യങ്ങളും എന്തൊക്കെ വേണം, ലൈസൻസ് രജിസ്ട്രേഷൻ ഇതൊക്കെ എന്തൊക്കെ വേണം, ഈ വക എല്ലാ കാര്യങ്ങളും പഠിക്കും. പക്ഷേ ഒരു കാര്യം അവർ മിസ് ചെയ്യും. ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് ഇത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമറെ എവിടെ നിന്ന് കണ്ടെത്തും, എങ്ങനെ കണ്ടെത്തും, ഒരു ദിവസം എത്ര കസ്റ്റമേഴ്സിനെ വരെ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ തലയിൽ പോയില്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും അധിക സമയം. ഈ പോയിന്റിൽ വെച്ചിട്ടാണ് അത് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, ലോഗോസ് എല്ലാം കറക്റ്റാണ്, അതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്, നിങ്ങൾ എവിടെയൊക്കെയോ കണ്ടു ഇന്ന കളർ ഉണ്ടെങ്കിൽ കസ്റ്റമർ അട്രാക്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതെല്ലാ കളറുകളും എല്ലാം അടിച്ചു, എല്ലാം അടിപൊളിയാണ്, പാക്കേജിങ് അടിപൊളിയാണ്, പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ സെയിൽ നടക്കണില്ല, സെയിൽ വന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നതല്ല നിങ്ങൾക്ക് സെയിൽ കൊണ്ടുതരുന്നത്. അതിനും ബിസിനസ്സിലൊരു പ്രത്യേക ഒരു ആക്ടിവിറ്റി ചെയ്യണം. അതിൻ്റെ പേരാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിനെ ഇഗ്നോർ ചെയ്യണതിൻ്റെ പ്രശ്നമാണിത്. മാർക്കറ്റിങ്ങിനെ ഇഗ്നോർ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കസ്റ്റമേഴ്സിനെ തുടക്ക സമയത്ത് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. തുടർച്ചയായിട്ട് കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ തുടർച്ചയായിട്ട് നമുക്ക് സെയിൽ നടക്കും. തുടർച്ചയായിട്ട് സെയിൽ കിടന്നാൽ തുടർച്ചയായിട്ട് നമ്മുടെ കയ്യിലേക്ക് കാശ് വരും. അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് കാശ് വരികയാണെങ്കിൽ പിന്നെ ആ ബിസിനസ് ഉപേക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്ത് പോകാമല്ലോ. 5-10 ആക്കാം, 10-20 ആക്കാം, 20-100 ആക്കാം, അങ്ങനെ നമുക്ക് പോവാം. പക്ഷേ ഈ ഇനീഷ്യൽ ട്രാക്ഷൻ എന്നാണ് ഇതിന് പറയാം. ബിസിനസ് ടൈംസിൽ പറയുകയാണെങ്കിൽ ഇനീഷ്യൽ ട്രാക്ഷൻ എന്ന് പറയും. ആ തുടക്ക സമയത്തുള്ള കുറച്ച് കസ്റ്റമേഴ്സാണ് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് വന്നില്ലെങ്കിൽ, ആ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് വന്നില്ലെങ്കിൽ നമ്മളുടെ മോട്ടിവേഷൻ കുറഞ്ഞു പോകും. നിങ്ങളുടെ അടുത്ത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ട് എന്നതുകൊണ്ട് ഇനീഷ്യൽ ഓർഡേഴ്സ് വരില്ല. കാരണം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കസ്റ്റമേഴ്സ് മനസ്സിലാക്കുന്നത് വൺസ് അത് വാങ്ങി ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ്. ഉപയോഗിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് കസ്റ്റമേഴ്സിന് അറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇനീഷ്യൽ ഓർഡർ ജനറേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ല, മറിച്ച് മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ്. എന്താണ് മാർക്കറ്റിങ്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ്. നമ്മുടെ കയ്യിലേക്ക് കാശ് കൊണ്ടുവരുന്ന ആക്ടിവിറ്റീനെയാണ് നമ്മൾ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ പെട്ടതാണ് മാർക്കറ്റിംഗ്. പിന്നെ ഉള്ളതാണ് സെയിൽസ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കുക. നമ്മുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ട്, ഈ സാധനം വാങ്ങാനായിട്ട് തയ്യാറുള്ള ആളുകളെ അറിയിക്കുക. ഇന്നത് നമ്മുടെ അടുത്ത് വിൽക്കാനുണ്ടെന്നുള്ളത് അറിയിക്കുക. ഇതിനെയാണ് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കണം. എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് തുടർച്ചയായിട്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം, എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്ലോ വേണം, ഒരു ഒഴുക്ക് വേണം. നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ഒഴുക്ക് വേണം കസ്റ്റമേഴ്സിൽ. ഈ ഒഴുക്കാണ് ശരിക്കും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ആ ബിസിനസ്സിൽ നിർത്തുന്നത്. ഈ ഒഴുക്ക് വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ചൊരു വരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കൂ. പക്ഷേ ഇതിനെപ്പറ്റി അധിക പേരും ചിന്തിക്കില്ല. അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന, ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, മണി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ
പ്രൊഡക്റ്റ് എവിടെ കിട്ടും, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന കസ്റ്റമറെ നിലനിർത്താനാണ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നിങ്ങളെ സഹായിക്കുന്നത്. അതായത് തുടക്ക സമയത്ത് ഒരു കസ്റ്റമർ വന്ന് വാങ്ങുമ്പോഴാണ്, വാങ്ങിയതിന് ശേഷമാണ് ക്വാളിറ്റിനെ പറ്റി അറിയുള്ളൂ. ആ കസ്റ്റമർ വീണ്ടും വരണമെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു തവണ വാങ്ങിക്കുള്ളൂ, പിന്നെ വരില്ല. ക്വാളിറ്റി ആവശ്യമില്ല, നിർബന്ധമില്ല എന്നല്ല പറയണത്, അതൊക്കെ ഒരു സൈഡിൽ വേണം. പക്ഷേ അതോടൊപ്പം മാർക്കറ്റിങ്ങിനെ നിങ്ങൾ മുഖവിലക്ക് എടുക്കണം. നിങ്ങളുടെ അടുത്ത് ലോകത്തിലെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് ക്യാൻസറിൻ്റെ മരുന്ന് നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. 10 രൂപ അതിൻ്റെ വില ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ക്യാൻസർ ഉണ്ടോ അതൊക്കെ അപ്പം തന്നെ മാറുമെന്നും വിചാരിക്കുക. പക്ഷേ ഈ സാധനത്തിനെ പറ്റി ആളുകൾ അറിഞ്ഞില്ലെങ്കിൽ ഈവൻ 10 രൂപയുള്ളൂവെങ്കിലും നിങ്ങൾക്ക് സെയിൽ നടക്കില്ല. അവിടെയും മാർക്കറ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. മാർക്കറ്റിങ്ങിനെ അവഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടിവേഷൻ കുറയും. അപ്പോൾ അങ്ങനെ സെയിലില്ലാണ്ടിരിക്കുമ്പോഴാണ് ഇവർ ചിന്തിച്ചു തുടങ്ങുന്നത് എല്ലാം ഓക്കെയാണ്, എന്നിട്ട് എന്താ സെയിൽ നടക്കാത്തതെന്ന്. ഈ പോയിന്റിൽ വെച്ചിട്ടാണ് ഇതല്ല, ഇതിന് പുറത്ത് ഇനി വേറെ കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്താലാണ് ഓർഡറുകൾ വരുള്ളൂ. പലരും തെറ്റിദ്ധാരണ നല്ല പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. പൂട്ടിപ്പോയ പല ബിസിനസ്സുകൾക്കും പല സംരംഭങ്ങൾക്കും നല്ല പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടല്ല പൂട്ടിപ്പോയത്. കാരണം അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം വിൽക്കാനുണ്ടെന്ന് അധികം ആളുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിൻ്റെ പേരിൽ സെയിൽ കുറഞ്ഞതിൻ്റെ പേരിലാണ് അതൊക്കെ പൂട്ടിപ്പോകാനുള്ള കാരണം. എല്ലാം പൂട്ടിപ്പോകാനുള്ള കാരണം ഇതാണെന്ന് ഞാൻ പറയില്ല. ഒരു നിശ്ചിത വിഭാഗം അങ്ങനെയുണ്ട്. നല്ല പ്രൊഡക്റ്റും സർവീസൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു, നിങ്ങളെടുത്ത് പഠിച്ചു നോക്കൂ. പക്ഷേ വേണ്ട രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തില്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ് ബിസിനസ്. മാർക്കറ്റിങ്ങിനെ മുഖവിലക്ക് എടുത്തില്ലെങ്കിൽ നമ്മളുടെ മോട്ടിവേഷൻ കുറയും. അപ്പോൾ എങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താം? തുടർച്ചയായി പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നാലാണ് ആ ബിസിനസ് വളരുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചാനൽസിനെ പറ്റി പഠിക്കണം. ഈ ഒഴുക്ക് വരണമെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിലൂടെയാണല്ലോ ഈ ഒഴുകി വരാം. ഇപ്പോൾ നിങ്ങളുടെ തോട്ടത്തിലേക്ക് വെള്ളം വന്നെങ്കിൽ അത് ഏതെങ്കിലും ചാനലിലൂടെയാണ് വന്നത്. ഒരു കനാലിലൂടെ വന്ന് എന്നിട്ട് ഒരു ചെറിയ മിനി കനാലിലേക്ക് കയറി ആ കനാലിൽ നിന്നാണ് നിങ്ങളുടെ തോട്ടത്തിലേക്ക് വെള്ളം വന്നത്. അപ്പോൾ ചാനൽസ് വേണം. ഈ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോക്കും ഇതേപോലെ ചാനൽസ് വേണം. ഈ ചാനലുകൾ ഏതൊക്കെയാണ് പഠിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഒരു ഉദാഹരണമാണ്. അങ്ങനെ പല വൈറൽ മാർക്കറ്റിംഗ് പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈനിൽ നമുക്ക് പല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമുക്കുള്ളത് ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ സോഷ്യൽ മീഡിയ അധികം ആളുകളും അധികം ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കുന്നില്ല. എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഒരു സൈഡിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ബിസിനസ് വളർത്താനും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും കസ്റ്റമറെ കണ്ടെത്താനും ഒന്നും അവർ ഉപയോഗിക്കില്ല. ജസ്റ്റ് ഇങ്ങനെ അതിലൂടെ സ്ക്രോൾ ചെയ്ത് കുറേ വീഡിയോസൊക്കെ കണ്ട് സമയം കളയാനായിട്ട് പലരും അത് ഉപയോഗിക്കുന്നുണ്ട്. അതിനാണ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. മറുവശത്ത് നമുക്ക് ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് മാറണം, കൺസ്യൂമറായിട്ട് മാറരുത്. ബിസിനസ്സാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും. അത് വീഡിയോ കണ്ടൻറ്റുകളായിരിക്കാം, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്റ്റോറി ആയിരിക്കാം, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം, പ്രൊഡക്റ്റിൻ്റെ പരസ്യമായിരിക്കാം. പ്രൊഡ്യൂസറായിട്ട് മാറുക, കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കരുത്. കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് പോവുള്ളൂ. പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എവിടെ നിങ്ങൾ എടുത്തു വയ്ക്കുമോ. പ്രൊഡ്യൂസറാണ് റിച്ചായിട്ട് മാറണം. കൺസ്യൂമേഴ്സ് അതിങ്ങനെ കൺസ്യൂം ചെയ്തിരിക്കുകയുള്ളൂ. അതൊരു പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ ഏത് മേഖല എടുത്തു വയ്ക്കുക, ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നോ അവരായിരിക്കും ടോപ്പിലേക്ക് എത്തുക. അപ്പോൾ സോഷ്യൽ മീഡിയനെ മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിനെ അവഗണിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യൽ ഓർഡറുകൾ കിട്ടില്ല. ഓർഡറുകൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ തുടക്ക സമയത്തുള്ള ആവേശമൊന്നും പിന്നെ കാണില്ല. പതിയെ അതൊരു സൈഡിലേക്ക് വെച്ചിട്ട് മറ്റു പല പരിപാടികൾക്കൊക്കെ ആയിട്ട് പോകും. ജോലിയിൽ നിന്ന് വന്നവർ ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകും. സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പിന്നെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതുമല്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി വിൽക്കണയിലാണ് ഏറ്റവും പ്രാധാന്യം. ശരിക്കും അത് വിൽക്കണയിലാണ്. ആ വിറ്റ് കാശ് കയ്യിലേക്ക് വരുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം വൺസ് കയ്യിലേക്ക് കാശ് വന്നു കഴിഞ്ഞാൽ ബാക്കി പ്രോബ്ലംസ് എല്ലാം ആ കാശ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അതുകൊണ്ടാണ് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിന്. ആദ്യം കയ്യിലേക്ക് കാശ് വരാനുള്ള കാര്യങ്ങൾ നോക്കുക, ശേഷം ആ കാശ് വെച്ചുകൊണ്ട് മറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. ഞാനിതൊരു സ്മോൾ ബിസിനസ് ഓണറെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത്. വലിയ കോർപ്പറേറ്റുകൾക്കൊക്കെ മറ്റു മാർഗ്ഗങ്ങളുണ്ട്. അവരുടെ വിഷയം കാശല്ല. പക്ഷേ സ്മോൾ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുടക്ക സമയത്ത് കാശ് തന്നെയാണ്. അത് കയ്യിലേക്ക് വരാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്.
അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവും. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.